നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു മീഷോ ഹോൾ വീഡിയോ ആണ്. ഇത് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇല്ല, കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. കുറെ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോ അപ്പൊ നമുക്ക് അതിനും വേറെ ഇത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. സോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ വീഡിയോ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളെ ഫസ്റ്റ് കാണിക്കുന്നുള്ളൂ. അപ്പൊ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ടായിരിക്കും മീഷോയുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവുന്നത്. ബിക്കോസ് ഈ പ്രാവശ്യം വന്ന പ്രൊഡക്റ്റുകളൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈ ഇല്ലായിരുന്നു. സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ളവയായിരുന്നില്ല. അതിന്റെ മെറ്റീരിയലും പിന്നെ കുറച്ച് ഡിഫക്റ്റുകളും അങ്ങനെ ഒരുപാട്. പക്ഷെ എന്റെ ജ്വല്ലറി മീഷോന്ന് മേടിക്കുന്ന ഒരു ജ്വല്ലറീസ് ഒരിക്കലും എന്നെ ഇതാക്കാറില്ല. കാരണം അത്രയും നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് മീഷോയിൽ. ജ്വല്ലറിയുടെ കളക്ഷൻസ് കൂടുതലുള്ളത്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മീഷോ ആണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടാവും, പക്ഷെ നല്ല റേറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ റേറ്റ് കുറവിൽ എന്നാ കുറച്ച് നല്ല കളക്ഷൻ മേടിക്കണമെങ്കിൽ മീഷോ തന്നെ മേടിക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്നാ മീഷോ മേടിച്ചിട്ടുണ്ടെങ്കിൽ ജ്വല്ലറി ഹോൾ വീഡിയോ ജ്വല്ലറി തന്നെ കാണാല്ലേ. അപ്പൊ അതിന് മുന്നേ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതാണ് എന്റെ മീഷോയുടെ ഫസ്റ്റത്തെ ഓർഡർ എന്ന് പറയുന്നത്. 2 ഇയറിംഗ്സ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇയറിംഗ്സ് ആട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതിന് പുറമെ ഇതിന്റെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇത് 125 രൂപയുള്ളൂ കേട്ടോ. ഇതിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം തന്നെ പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് എനിക്ക് ഈ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. എന്നാലും ഈ മോഡൽ ഒരെണ്ണം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അന്ന് പണ്ട് ഇത് ഇറങ്ങിയ സമയത്ത് മേടിക്കാൻ വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് മറന്നുപോയി. അപ്പൊ ഇതാട്ടോ ആ ഒരു ഇയറിംഗ്സ്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇടാൻ പറ്റും. കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെവി വേദന എടുക്കോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു ട്രഡീഷണൽ ഡ്രസ്സിന്റെ കൂട്ടത്തിൽ നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഇടാൻ പറ്റും. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെറിയ കമ്മലാണ് നല്ലത് കുഞ്ഞു മുഖം ആയതുകൊണ്ടെന്ന്. പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ടബിളും ഏറ്റവും ഇഷ്ടവും കുറച്ച് ലോങ് ആയിട്ടുള്ള കമ്മലുകൾ ഇടാനാട്ടോ. കമ്മൽ ഇടുന്നതിന്റെ കൂട്ടത്തിൽ മാല ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് കമ്മൽ കാണാം. ഈ ഒരു ഹോൾ വീഡിയോയ്ക്ക് തന്നെ തുടക്കം കുറിച്ച ആ ഒരു കമ്മൽ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഈ ഒരു കമ്മൽ കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ തന്നെ ഇത് മേടിക്കണം തോന്നി. അപ്പൊ ഞാൻ ചെന്നൊരു ഹോൾ വീഡിയോ അടിച്ച് ചെയ്യാം. പിന്നെ ഇതിന്റെ സൗണ്ട്, ഇതിന് ഇത്രയും സൗണ്ട് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഇതൊരു പോൾക്കി ഇയറിംഗ്സ് ആട്ടോ. പിന്നെ അമേരിക്കൻ ഡയമണ്ട്സ് ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്കൊരു പർപ്പിൾ കളർ സ്റ്റോണും കൂടെ വന്നിട്ടുണ്ട്. ഇതിന്റെ പല ഷെയ്ഡ് അവൈലബിൾ ആയിരുന്നു, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ തീർന്നുപോയി. ഇനിയിപ്പോ ഉള്ളത് ബ്ലാക്ക്, ഗോൾഡൻ, പിങ്ക്, ഇത്ര ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വേറെ കുറച്ച് നല്ല മെറൂൺ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഇതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളത് ഞാൻ മേടിച്ചത്. ഇത് ഒന്നെങ്കിൽ ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സ്, അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഓഫ് ഷോൾഡർ ഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാരിയുടെ കൂട്ടത്തിലാണെങ്കിലും ഇടാം, പക്ഷെ മാല ഇടാണ്ട് കമ്മല് മാത്രമായിട്ട് ഇടാം. എന്നിട്ട് നല്ല മുടി എനിക്ക് തോന്നുന്നു കുറച്ച് നീറ്റ് ആയിട്ടുള്ള പോണിറ്റയിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന്റെ റേറ്റ് വരുന്നത് 195 ആണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് എങ്ങനെയുണ്ടെന്ന്. പിന്നെ എനിക്ക് കുറച്ച് ക്യാഷ് ബാക്ക് വൗച്ചേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് 5 റേറ്റിംഗ്സ് കൊടുക്കണം. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ റേറ്റിംഗ്സ് ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ 5 റേറ്റിംഗ്സ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് സ്കേർട്ട് ആയിരുന്നു കേട്ടോ. ഇതിന്റെ വേറെ കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് മേടിച്ചു. ചുരുക്കി പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള സ്കേർട്ടുകളെല്ലാം തന്നെ ബ്ലാക്ക് ആണ്. അപ്പം ഇതാണ് ഈ ഒരു സ്കേർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 370 രൂപയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ മുട്ടിന്റെ അത്രയാണ് വരുന്നത്. ഇതിന്റെ മെറ്റീരിയൽ അവർ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് പോളിസ്റ്റർ എന്നാണ്. പക്ഷെ ഇത് പോളിസ്റ്റർ ഒന്നും അല്ല കേട്ടോ. മെറ്റീരിയൽ നല്ല തിക്കായിട്ടുള്ള വേറെ എന്തോ ഒരു മെറ്റീരിയലാണ്. എനിക്ക് മെറ്റീരിയലിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് നല്ല തിക്കാണ്. അതുപോലെ നമുക്ക് ഇതിന്റെ അടി ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അത്രയും നല്ല കട്ടിയുള്ള ഒരു സ്കേർട്ടാണ് ഇത്. ഞാൻ ഇട്ടിട്ടുള്ള പിക്കൊക്കെ സൈഡിലായിട്ട് കൊടുക്കാവേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്നെ ഭയങ്കര ഇത് ഇട്ടിട്ട് ഈ ഒരു ടോപ്പാണ്. ഇത് ഞാൻ ഇട്ടിട്ട് എനിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എക്സ്ട്രാ സ്മോൾ ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരുപാട് സൈസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. കളേഴ്സ് ഈ ഒരെണ്ണം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരുടെ വേറെ സ്റ്റോറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പല കളേഴ്സിൽ കുറെ ആൾക്കാർക്ക് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ്സിന്റെ തട്ടത്തായിട്ട് ഇതേപോലെ എലാസ്റ്റിക് വരുന്നുണ്ട്. ഷോൾഡറിന്റെ അവിടെ എലാസ്റ്റിക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ഷോൾഡർ ആയിട്ട് ഇടാം, ഇങ്ങനെയും അല്ലാണ്ട്. ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ സൈഡിൽ കൊടുക്കാൻ എനിക്ക് ഓർമ്മയില്ല. ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ എലാസ്റ്റിക്, ഫ്രണ്ടിലല്ല ബാക്കിലെ എലാസ്റ്റിക് ഡീറ്റെയിൽ ആണ് വരുന്നത്. പിന്നെ ഏറ്റവും കഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു ഹോളായിരുന്നു. അപ്പൊ നമുക്ക് വീഡിയോസിനൊക്കെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതായതുകൊണ്ട് റിട്ടേൺ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത്.
ഫ്രണ്ടിലായിട്ട് ഇതേപോലെ ടൈ ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളത്. പക്ഷെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ എന്താ തോന്നണെന്ന് അറിയാവോ? ഞങ്ങൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് ഉണ്ട്. ആ പോസ്റ്റിങ്ങിന്റെ സമയത്ത് ഇടുന്ന മെറ്റീരിയൽ ഏകദേശം ഇങ്ങനത്തെ ആയിരുന്നു, സെയിം കളറും. അതാണ് കേട്ടോ തോന്നിയത്. പിന്നെ ഇത് നല്ല ഇടുമ്പോ നല്ല ഭംഗിയുണ്ട്. അത് ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറയും, ഇടുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ പറഞ്ഞോളൂ, കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഡ്രസ്സ്. മെറ്റീരിയൽ പോളിസ്റ്റർ ആട്ടോ. പിന്നെ നല്ലോണം തന്നെ നിഴലടിക്കുകയും ചെയ്യും. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെളിയോ കറയോ എന്തൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിച്ചിങ് ആണെങ്കിലും അത്ര നല്ല സ്റ്റിച്ചിങ് ഒന്നും അല്ല. അപ്പം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. നെക്സ്റ്റ് പ്രൊഡക്റ്റും എനിക്ക് അധികം ഇഷ്ടപ്പെടാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഫോട്ടോയിൽ കാണേണ്ടതോ ഇങ്ങനായിരുന്നു, നേരിട്ട് കാണാൻ നല്ല സൈസുള്ള ഒരു ഷർട്ടായിരുന്നു. ഇത് നമുക്ക് പുറത്തോട്ടൊന്നും അങ്ങനെ ഇടാൻ പറ്റത്തില്ല, അത്ര വലിയൊരു ക്വാളിറ്റി ഇല്ല. റൂമിലൊക്കെ നമുക്ക് ഇടാം എന്നല്ലാണ്ട്. പിന്നെ ആ ഒരു റേറ്റിന് ഇത് ഓക്കെയാണ്. 3/4 സ്ലീവ് അല്ല എന്നും പറയാം. ഒരു ഷോർട്ട് സ്ലീവ്സ് ആണ്, ഷോർട്ട് സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാട്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. കോട്ടൺ തന്നെയാണ്, പക്ഷേ നല്ലോണം നിഴലടിക്കും. ഇപ്പൊ എനിക്ക് ഇവിടെ നോക്കിയിട്ട് എന്റെ ഫോൺ കാണാൻ പറ്റുന്നുണ്ട്, അത്രയ്ക്ക് നല്ല നിഴലടിക്കും. പിന്നെ നല്ല രസമുള്ള ഒരു പിസ്ത പച്ചാന്ന് മിൻ ഗ്രീൻ ആട്ടോ കളർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല, ഇട്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഒരുമിച്ച് കാണാം. സൈസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്മോൾ ആണ്. ഇത് എക്സ്ട്രാ സ്മോൾ തൊട്ടേ സൈസ് അവൈലബിൾ ആട്ടോ. സോ നമ്മൾ നേരത്തെ കാണിച്ച പ്രൊഡക്റ്റിനൊന്നും സൈസ് പറഞ്ഞില്ല. ആ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് അവൈലബിൾ ആയിരുന്നു. അത് ട്രിപ്ലക്സിൽ വരെ അവൈലബിൾ ആട്ടോ. പിന്നെ ഉള്ളത് ആ ഒരു ബ്ലാക്ക് ഷർട്ടും ഇതുപോലെ തന്നെ എക്സ്ട്രാ സ്മോൾ ഇല്ല, സ്മോൾ തൊട്ടിട്ടാണ് അവൈലബിൾ ആയിരുന്നത്. അതും ട്രിപ്ലക്സിൽ വരെ എങ്ങാണ്ട് ഉണ്ട് കേട്ടോ. അതിന്റെയൊക്കെ ലിങ്ക് എല്ലാത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പർച്ചേസ്. ഇനിയും കുറച്ചധികം സാധനം വരാറുണ്ട്. അപ്പൊ ഇതിൽ ഈ ഡിഫക്റ്റ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം ചെയ്തിട്ടോ. ഇനി ഞാൻ കുറച്ച് അല്ലാണ്ട് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇയറിംഗ്സ് ആണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഈ രഥത്തിലിരിക്കുന്ന ഒരു രാജകുമാരി 2 ഭടന്മാരുമാണ് ഈ ഒരു ഓക്സിഡൈസ്ഡ് കമ്മലിന്റെ തീമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇട്ടിട്ടും അത്ര വലിയ വെയിറ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് തോന്നിയതാണ്. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ലാക്മേ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു കുഷ്യൻ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, അടിപൊളി ഷെയ്ഡാട്ടോ. ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന CM6 മൗവേ സ്പൈസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞാനിപ്പോ ചുണ്ടത്തിട്ടേക്കുന്ന ആക്ച്വലി ആ ഷെയ്ഡാണ്, കണ്ടില്ലേ. ഞാൻ ചുണ്ട് അങ്ങനെ ഡ്രൈ ആക്കത്തില്ല, മോയ്സ്ചർ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇതാണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള പാക്കിംഗ് ആണ്, ഒരുമാതിരി ചില്ല് ടൈപ്പ് ഓഫ് പാക്കിംഗ് ആണ്. പക്ഷെ താഴത്ത് വീണ കൂട്ടനസ് ഒക്കെ പൊട്ടിച്ചെതറും. ഇത് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. ഇത് ജാക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഒരു വൈറ്റമിൻ സി ഫേസ് സ്ക്രബാണ്. ഇതൊരു USA ബ്രാൻഡ് ആട്ടോ. ഇതിന് ഓഫർ കണ്ടപ്പോൾ ഞാൻ മേടിച്ചാണ്, പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അങ്ങനെ എല്ലാ പ്രൊഡക്റ്റും. ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ അത്യാവശ്യം ലാസ്റ്റിംഗ് ആണ്, പിന്നെ നല്ല അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു CC ക്രീമാണ്, ലാക്മേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ. ഈ ഒരു എനിക്ക് ഒരുപാട് ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒരാളല്ല, ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ എനിക്ക് ഈ ഒരു CC ക്രീം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാൽ നമുക്ക് നമ്മുടെ മുഖത്ത് അധികം ഡാർക്ക് സ്പോട്ടുകളോ ആക്നെ മാർക്സോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് തന്നെ പോകും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. മീൻസ് അധികം ഡാർക്ക് സ്പോട്ടുകളോ ആക്നെ മാർക്സോ ഇല്ലെങ്കിൽ ഇത് അത്യാവശ്യം നല്ല കവറേജ് തരുന്ന ഒരു CC ക്രീമാണ്. ഈ CC ക്രീം ഇപ്പൊ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് ബ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. 160 രൂപയായിട്ട് ഇതിന്റെ റേറ്റ് വന്നത്. നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ എന്ന് പറയുന്നത് 299 ആയിരുന്നു. ആ ഒരു കമ്മലിന്റെ റേറ്റ് 170 രൂപ കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ് സ്ക്രബിന്റെ റേറ്റ് 99 രൂപ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ കുറച്ച് മോയ്സ്ചർ ആക്കി വെക്കാനും നല്ലതാണ്. അത്യാവശ്യം നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നത്. രാവിലെ 8:30 ഇട്ടിട്ട് വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. അതുവരെ എന്റെ മുഖത്ത് ഇത് ഓക്സിഡൈസ് ആകാൻ നല്ല സൂപ്പർ ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. പിന്നെ മുഖം അത്ര ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതുമില്ല. പിന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ എണീക്കാലായിട്ടാലും കുഴപ്പമൊന്നുമില്ല, വേഗം ഇട്ടിട്ട് ഷടപടെ പോകും ചെയ്യാട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ വേറെ CC ക്രീംസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ലാക്മേയുടെ ആണ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുന്ന നിങ്ങൾ കമന്റ് ചെയ്യുക. ഇപ്പൊ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത്രയും പ്രൊഡക്റ്റുകളായിരുന്നു ഇന്ന് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് തന്നെ പറഞ്ഞു എനിക്ക് മീഷോന്ന് മേടിച്ച എന്റെ ജ്വല്ലറീസിൽ റിവ്യൂ വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പൊ ഈ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും